നമസ്കാരം. പശ്ചിമ ബംഗാൾ ഝാർഗ്രാമിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി സോനാമണി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആർത്തവത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്താൻ അക്ഷയ് കുമാർ പാഡ്മാൻ എന്ന സിനിമ കൊണ്ടുവരുന്നതിന് മുമ്പ് ബംഗാളിൽ പാഡ് വുമൺ ജനിച്ചിരുന്നു. ബിഗ് സ്ക്രീനിലെ അക്ഷയ് കുമാറിന്റെ ജീവിതം സോനാമണിയുടെ യഥാർത്ഥ ജീവിതം പോലെയാണ്. ആർത്തവത്തെക്കുറിച്ച് പെൺകുട്ടികളെ ബോധവൽക്കരിക്കുകയും സാനിറ്ററി നാപ്കിനുകളുടെ ഉപയോഗത്തെക്കുറിച്ച് കൃത്യമായ അറിവുകൾ അവർ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് സോനാമണി. ഇടത് സ്ഥാനാർത്ഥികളിലെ പുതുമുഖങ്ങളിൽ ഒരാളാണ് സോനാമണി. രാഷ്ട്രീയത്തിന് പുറമെ അവർ ഒരു വ്യവസായി കൂടിയാണ്. തൃണമൂൽ കോൺഗ്രസ് പിന്തുണയോടെ മാവോയിസ്റ്റ് ഭീകരത നടമാടിയ ഝാർഗ്രാമിൽ ചെങ്കടിയുമേന്തി സോനാമണി മുർമുവിൻ്റെ ധീര മുന്നേറ്റമാണ് ഇപ്പോൾ ഝാർഗ്രാം സാക്ഷ്യം വഹിക്കുന്നത്. കഴിഞ്ഞ 15 വർഷങ്ങളിൽ ഡസൻ കണക്കിന് CPM പ്രവർത്തകർ രക്തസാക്ഷികളായ നാടാണ് ഝാർഗ്രാം. ഈ മേഖലയാണ് ഇടതുമുന്നണി സർക്കാരിൻ്റെ ഭരണം അട്ടിമറിക്കാൻ നടന്ന ആസൂത്രിത പദ്ധതികൾക്ക് തുടക്കം കുറിച്ച പ്രദേശം. ഇപ്പോൾ അവിടെ തൃണമൂലിൻ്റെ ഭീകരതകൾ മറികടന്ന് ശക്തമായ പ്രചാരണമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി നടത്തിവരുന്നത്. പട്ടികവർഗ സംവരണ മണ്ഡലമായ ഝാർഗ്രാമിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി സോനാമണി മുർമു പൊതുപ്രവർത്തകയും റേഡിയോ ജോക്കിയുമൊക്കെയാണ്. സാന്താൾ, ബംഗാളി, ഹിന്ദി ഭാഷകൾ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുന്ന സോനാമണി ആദിവാസികൾക്കും ഇതര വിഭാഗക്കാർക്കും പ്രിയപ്പെട്ട വ്യക്തിത്വമാണ്. ഝാർഗ്രാമിൻ്റെ നിറമൊരിക്കൽ ചുവപ്പായിരുന്നു. ആ ചുവന്ന കൊടുങ്കാറ്റ് തിരികെ കൊണ്ടുവരാൻ ശക്തമായ പ്രചാരണങ്ങൾ നടത്തിവരികയാണ് സോനാമണി ഒട്ടേറെ അവകാശ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. മെയ് 25-ന് വോട്ടെടുപ്പ് നടക്കുന്ന ഝാർഗ്രാമിൽ ഇടതുമുന്നണി ശക്തമായ ത്രികോണ മത്സരം സൃഷ്ടിച്ചിരിക്കെ BJP സ്ഥാനാർത്ഥിയായ പ്രണത് ധുട്ടെ, TMC സ്ഥാനാർത്ഥി കാളിപാദ സോരൻ എന്നിവരാണ് സോനാമണിയുടെ എതിരാളികൾ. അങ്ങനെ ഝാർഗ്രാമിൽ മറ്റൊരു കൊടുങ്കാറ്റ് സൃഷ്ടിക്കാൻ ബംഗാളിൻ്റെ പാഡ് വുമൺ ലക്ഷ്യമിടുകയാണ്.